ഹായ്, വെൽക്കം ടു സിജൂസ് ടൈനി പ്ലാനറ്റ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ന്യൂയോർക്കിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഹൈലൈൻ. ഈ ഹൈലൈൻ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു പാർക്കാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ആക്ച്വലി പണ്ടൊരു റെയിൽ പാത ഉണ്ടായിരുന്നു, ഗുഡ്സിൻ്റെയാണ്. പിന്നീടത് ഉപയോഗിക്കാതെ വന്നപ്പോൾ അവർ ആ റെയിൽ പാത ഏത് വഴിക്കോ പോയിട്ടുണ്ടോ അതിൻ്റെ മുകളിൽ അവർ ഗാർഡൻ സെറ്റ് ചെയ്തു. ആൾക്കാർക്ക് നടക്കാനും ബെഞ്ചുകൾ ഇടാനും സിറ്റി വ്യൂ കിട്ടുന്ന പല സ്ഥലങ്ങളും ഉണ്ടാക്കി. അങ്ങനെ നല്ല രസകരമായ ഒരു പാർക്ക്. അതൊരു ലീനിയർ പാർക്കാണ്, നീണ്ടു നിവർന്ന് നടക്കുന്ന പാർക്കാണ്. റോട്ടിൽ നിന്ന് എലിവേറ്റ് ചെയ്ത് പൊക്കത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ പാർക്കിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വാച്ച് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഹൈലൈനിലേക്ക് കിടക്കാം. ഏകദേശം 2.5 കിലോമീറ്ററോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു പാർക്കാണ് ഈ ഹൈലൈൻ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കയറുന്നത് 34th സ്ട്രീറ്റിൽ നിന്ന് നേരെ നമ്മൾ ഹൈലൈനിലേക്ക് കയറാണ്. ഇടയിലാണ് നമ്മൾ കയറുന്നത്. ആദ്യം ഒരു ചെറിയൊരു ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൂടെയാണ് കടന്നു പോയത്. ആ ബ്രിഡ്ജ് ചില സ്ട്രീറ്റുകൾ ക്രോസ് ചെയ്തിട്ട് നമ്മൾ പതുക്കെ ഒരു ടെന്നീസ് കോർട്ടിൻ്റെയും ഇവിടെ നിന്ന് നമുക്ക് ദൂരെ നമ്മുടെ എഡ്ജ് എന്ന ബിൽഡിങ് കാണാനൊക്കെ സാധിക്കും. ശരിക്കും ഈ ഹൈലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എഡ്ജ് ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ്. ഞങ്ങൾ ഇടയിൽ നിന്ന് കയറുകയാണ് ചെയ്തത് ഹൈലൈനിലേക്ക്. നല്ല ദൂരമുള്ളതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നടക്കാനേ സാധിക്കുള്ളൂ. അപ്പോൾ നടന്ന് ടയേർഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇടയിൽ നിന്ന് കയറിയത്. പക്ഷേ സ്റ്റിൽ ഞങ്ങളിത് ഹൈലൈൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ടയേർഡായി. കുറച്ചങ്ങനെ നീങ്ങി കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു ഇൻസ്റ്റാളേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു അവന്യൂയുടെ മുകളിലാണ്. നല്ല ഭംഗിയാണ് ആ ഇൻസ്റ്റലേഷൻ കാണാൻ. ഭയങ്കര കോൺട്രാസ്റ്റ് കളറാണ്. ചുറ്റും ബ്ലൂവും ആകാശം നീല അങ്ങനെ ഇരിക്കുന്നതിൻ്റെ നടുക്ക് നല്ല ചുമന്ന ഫ്ലൂറസെൻറ്റ് കളർ ഒരു ട്രീ അത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കാണ്. ഇത് ടെമ്പററി ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഒരു വർഷത്തിന് മേളിലായി എന്ന് പറയണേ. നമ്മളൊരു സുഹൃത്ത് അവിടെ താമസിക്കുന്നുണ്ട്. അവൻ പറയുന്നത് ഒരു വർഷത്തിന് മേളിലായി ഇതുപോലെ ഇരിക്കുന്നത്. അത് ടെമ്പററി ആയിട്ട് തോന്നണില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സ്ട്രീറ്റിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. നമ്മളിങ്ങനെ ഹൈലൈനിലൂടെ നടന്നു പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് റെയിൽ പാത ഒക്കെ കാണാം. റെയിൽ പാത അവർ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിലാണ് കോൺക്രീറ്റ് ചെയ്ത് പാത്തൊക്കെ ആക്കിയത്. ചില ഇതൊക്കെ ഇങ്ങനെ തള്ളി നമുക്ക് സ്ട്രീറ്റിൻ്റെ റോഡിൻ്റെ നടുക്കൊക്കെ എലിവേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കുറേ ഷോപ്സ്, കുറേ ഓഫീസ് സ്ഥാപനങ്ങൾ അതൊക്കെ കാണാം. നമുക്ക് കുറേ പല രസകരമായ ബെഞ്ചുകളൊക്കെ ഉണ്ട്. കുറച്ചങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വെസലിൽ നിന്നുള്ള ബിൽഡിങ് കാണാൻ സാധിച്ചു. ഞങ്ങൾക്ക് അത് നമ്മുടെ ഐറ്റിനറിയിൽ പെടുന്നതാണ് വെസൽ. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ ഹൈലൈൻ്റെ ഇതിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഈ ഹൈലൈൻ കുറേ സ്ട്രീറ്റുകൾ ക്രോസ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 2 സൈഡിൽ നല്ല റെസിഡൻഷ്യൽ ഫ്ലാറ്റുകൾ കാണാം. ആ ഫ്ലാറ്റൊക്കെ ഒരു വെറൈറ്റി ലുക്കൊക്കെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 സൈഡിൽ ഗാർഡനും ബെഞ്ചും നമ്മുടെ റെയിൽ പാതയും ഇതെല്ലാം നമുക്കിങ്ങനെ ഓൺ ദി വേ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ചില സിനിമയിലൊക്കെ സ്പൈഡർമാൻ്റെ സിനിമയിലും അതിൻ്റെ മൈൽസ് മൊറാൽസ് അങ്ങനെയൊക്കെ അവരുടെയൊക്കെ വീട് കാണിക്കുന്നത് എങ്ങനെയായിരുന്നു ന്യൂയോർക്കിൽ, അതൊക്കെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. അപ്പാർട്ട്മെൻറ്റ്സൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്ന് ലൈവായിട്ട് കാണാൻ സാധിച്ചു. കുറേ ചെറിയ മരങ്ങളൊക്കെ ഇവർ നട്ടിട്ടുണ്ട് തണലിന് വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു നല്ല പൊക്കത്തിലുള്ള ഒരു റെയിൽ പാതയിൽ അവർ ഫുഡ് സ്ട്രീറ്റാക്കി, നടക്കാനുള്ള സ്ട്രീറ്റാക്കി, അതിൽ മരങ്ങളും ബെഞ്ചുകളൊക്കെ പിടിപ്പിച്ചേക്കാണ്. ഒരു എക്കോ ഫ്രണ്ട്ലി സെറ്റപ്പൊക്കെ ആക്കിയേക്കാണ്. ചിലയിടങ്ങളിൽ ചെറിയൊരു പാലവും എലിവേറ്റേഴ്സൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഏകദേശം 4 എലിവേറ്റർ ഉണ്ട് നമുക്ക് ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പാർക്കിംഗ് ഏരിയാസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഹൈലൈൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർക്കിംഗ് പ്ലേസസൊക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതുപോലെ ഒരു ചെറിയൊരു ഷെഡിൻ്റെ ഏരിയ കൂടെ നടക്കാൻ തുടങ്ങി. അവിടെ ചിലയിടങ്ങളിൽ ബെഞ്ചുകളുണ്ട്. അതെനിക്ക് തോന്നുന്നു 2 വലിയ ബിൽഡിങ്ങിൻ്റെ നടുവിൽ കൂടെയാണ് ഈ ഹൈലൈൻ്റെ ഇത് പോകുന്നത്. കുറച്ചങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ കുറേ ആർട്ട് ഇൻസ്റ്റലേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോൾ അത് ഫേമസ് ഒരു ആർട്ടിസ്റ്റിൻ്റെയൊക്കെ ഒരു ആർട്ട് ഇൻസ്റ്റലേഷൻസ് ഒക്കെയാണ്. അത് കുറച്ച് നേരം ഞങ്ങൾ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. പല നല്ല രസകരമായ പാർക്ക് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. പിന്നെ ഈ വലിയ വലിയ ബിൽഡിംഗ് ആയതുകൊണ്ട് കുറേ സ്ഥലത്ത് തണലൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 12 മണി സമയത്താണ് നമ്മൾ ഈ ഹൈലൈനിലൂടെയൊക്കെ നടന്നത്. അങ്ങനെ കുറച്ചുകൂടി നടന്നു കഴിഞ്ഞപ്പോൾ വേറൊരു ഇൻസ്റ്റലേഷൻ കണ്ടിരുന്നത്. ഒരു പെൺകുട്ടി ഒരു ബൊക്കെ പിടിച്ച് വീഴാൻ പോകുന്ന പോലെ ഒരു സ്റ്റാച്യു. അത് കണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസും അവിടെയൊക്കെ എടുത്ത് അതൊക്കെ മുന്നോട്ട് നീങ്ങി. അങ്ങനെ കുറച്ച് നീങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് ഇൻസ്റ്റലേഷൻസും അവിടെയും കണ്ടു ഞങ്ങൾ. പിന്നെ കുറച്ച് മ്യൂറൽസ് കണ്ടു. വോളിലൊക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കുറച്ച് കണ്ട് നല്ല ഭംഗിയാണ്.
പിന്നെയും നമ്മളിങ്ങനെ ഈ ഹൈലൈനിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറേ നല്ല രസകരമായ ബിൽഡിങ്ങിൻ്റെ ഷേപ്സ് കണ്ടു. അതൊക്കെ റെസിഡൻഷ്യൽ ഫ്ലാറ്റ്സ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരു വെറൈറ്റി ലുക്കായിരുന്നു. ഒരു മിറർ വെച്ചിട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബിൽഡിങ്സ്, ഇത് ഒരു വെറൈറ്റി ഫ്ലാറ്റ്സ്. കുറച്ചങ്ങനെ നടന്ന് കഴിഞ്ഞപ്പോൾ ഒരു ആംഫി തിയേറ്റർ പോലത്തെ ഒരു സെറ്റപ്പ് കണ്ടു. അത് നേരെ അവന്യൂവിലേക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വ്യൂ തരുന്ന ഒരു ആംഫി തിയേറ്ററാണ്. അറ്റത്ത് നമുക്ക് എഡ്ജ് എന്ന ബിൽഡിങ് കാണാൻ സാധിക്കും. നമുക്ക് ഈ ആംഫി തിയേറ്ററിൻ്റെ സീറ്റ്സിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം സമാധാനത്തോടെ ഒരു പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അവിടെ കുറച്ച് ഷാർക്സിനൊക്കെ വെച്ചിട്ട് ഒരു എന്തൊക്കെയോ സ്റ്റാച്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുറേ ബെഞ്ചസ് ഉണ്ട്, കുറച്ച് മരങ്ങളുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ആർട്ട് ഫോംസൊക്കെ പെർഫോമൻസൊക്കെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അതൊക്കെ ആസ്വദിക്കാം, അങ്ങനത്തെ ഒരു ഏരിയ. അങ്ങനെ ഞങ്ങൾ പതുക്കെ നീങ്ങി. കുറച്ചങ്ങനെ നീങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു ഫ്ലീ മാർക്കറ്റിൻ്റെ അടുത്തേക്കാണ് എത്തിയത്. ചെൽസി എന്ന മാർക്കറ്റ്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറത്തുകൂടെ നടക്കുമ്പോൾ അത് ഹൈലൈൻ്റെ ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പതുക്കെ നടക്കുമ്പോൾ അവിടെ ഫുഡ് കോർട്ട്സ് ഉണ്ട് ഇഷ്ടംപോലെ. നമ്മുടെ തട്ടുകട പോലെ ഒരു സെറ്റപ്പ്. കുറച്ച് ഫുഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു രസകരമായ ഒരു ഏരിയ കണ്ടിരുന്നു. വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അവിടെ ബെഞ്ചും ഇട്ടിട്ടുണ്ട്. ആ ബെഞ്ചിലിരുന്ന് നമ്മൾ ഷൂ ഒക്കെ അഴിച്ച് വെള്ളത്തിൽ കാല് മുക്കി ഇരിക്കുക. അത് നല്ലൊരു അനുഭവം തന്നെയാണ്. ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ല ചൂടത്താണ് നടക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു റിലീഫാണ് ആ ബെഞ്ചുകളിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമുക്ക് സിറ്റി വ്യൂവും കിട്ടുന്നുണ്ട്, കാല് തണുക്കുകയും ചെയ്യുന്നുണ്ട്. കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊരു നല്ലൊരു അനുഭവം കിട്ടി. പിന്നെ ആ വെള്ളത്തിൻ്റെ ഒഴുകുന്ന ശബ്ദവും. നമുക്കിതൊക്കെ നടന്നു പോകുന്ന വഴി നമുക്ക് ലിറ്റിൽ ഐലൻഡ് എന്ന് പറഞ്ഞ ഐലൻഡ് നമുക്ക് ദൂരെ കാണാൻ സാധിക്കും. അതും ഞങ്ങളുടെ ഐറ്റിനറിയിൽ പെടുന്ന ഒരു സ്ഥലമായിരുന്നു. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് ടയേർഡായി. കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 2-2:30 സമയമായിരുന്നു. ഞങ്ങൾ പതുക്കെ സ്റ്റെപ്സ് ഇറങ്ങി ഞങ്ങൾ കഴിക്കാനുള്ള ഏരിയയിലേക്ക് നീങ്ങി. അവിടെ നിന്ന് ഏകദേശം ഇനിയും ഒരു 200-300 മീറ്ററോളം ഇനിയും നടക്കാനുണ്ടായിരുന്നു. ഞങ്ങളത് അത്രത്തോളം നടന്നില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പതുക്കെ നീങ്ങി. അപ്പോൾ ഇതാണ് ന്യൂയോർക്കിലെ ഹൈലൈൻ എന്ന ലീനിയർ പാർക്കിൻ്റെ വിഷ്വൽസ്. ഈ ഹൈലൈൻ്റെ 360 വീഡിയോ ഞാൻ എൻ്റെ വെബ് ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനിയും രസകരമായി സിറ്റിയിൽ കണ്ട പല സ്ഥലങ്ങളും ഞങ്ങൾ ഇനിയും വീഡിയോസ് ഷെയർ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.